അനില ശ്രീകുമാറാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരു 3 പതിറ്റാണ്ടിനപ്പുറത്തൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇതെങ്ങനെ ഈ ലോഞ്ചിവിറ്റി ഇത്രയും കാലം നിലനിൽക്കാനുള്ള കാര്യം അത് ആലോചിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും വലുതായിട്ടുള്ളത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. ഉം, ഉം, അതില്ലാണ്ട് ഉം. ഒരിക്കലും നമുക്ക് അത് ചെറുപ്പം മുതൽ ചെറുതാവുമ്പം അച്ഛനും അമ്മ, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ മക്കള് ആൻഡ് ഓഫ് കോഴ്സ് ഇതിനൊക്കെ ഉപരിയായിട്ട് ഓഡിയൻസിന്റെ സപ്പോർട്ട്. ഉം, ഇതെല്ലാം ഉം, കൊണ്ട് ഉം. എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിന്റെ ഫാമിലിയും അച്ഛനും അമ്മയും ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയം നിർത്തുക, അല്ലെങ്കിൽ മക്കളായി കഴിഞ്ഞാൽ അഭിനയം നിർത്തുക, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ. ബട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഉം. ഒരു ഒരു സമയം വരെ അച്ഛനും അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ചേട്ടൻ പറഞ്ഞ ചേട്ടൻ അഭിനയിക്കാൻ വന്ന ആളാണ്. ആ. എനിക്ക് കഴിയാതെ പോയത് നിനക്ക് സാധിക്കുന്നുണ്ട്, ഒരിക്കലും ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല, അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഡെലിവറീൻ്റെ അത് 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറിയുടെ 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അഭിനയം. പിന്നെ ഓഫ് കോഴ്സ് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണെങ്കിലും എൻ്റെ ചേട്ടൻ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ക്ലോത്ത് ഇപ്പം കൊച്ചു കുഞ്ഞായിരിക്കുമ്പം മക്കൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വാവയായിരിക്കുമ്പം അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചേട്ടൻ ചെയ്ത് ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും മോനൊരു വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ അവൻ പറഞ്ഞ അമ്മ പൊയ്ക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ അഡ്ജസ്റ്റഡ്. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഉം, ഉം, ഉണ്ടായിരുന്നു, ഉം, ഉം. പിന്നെ അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ നോക്കാനായിട്ട്, അവൻ ആദ്യത്തെ കുട്ടിയാണ് ഈ വീട്ടിൽ, അപ്പം അവനെ ലാളിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സപ്പോർട്ട്. പിന്നെ രണ്ടാമത് മോളുണ്ടായി കഴിഞ്ഞപ്പം അച്ഛനമ്മ, എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് കുറേ നാൾ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു മോളെ. കൊണ്ടുവിട്ടിട്ട് ഉം, ഞാൻ പോവല്ല, ഉം, അവിടെ ഉം. എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടാകുമ്പം എൻ്റെ വീട് ഇപ്പം ഞങ്ങൾ അങ്കമാലിയാണ് അച്ഛനമ്മ ഉള്ളത്. അപ്പം മോളെ നോക്കാനൊക്കെ ഡാഡിയും മമ്മിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ മോൻ പറയുമായിരുന്നു, അവനും 10 ഇയേഴ്സ് ഡിഫറൻസ് ആയിരുന്നു, അവൻ അവളെ നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നേക്കാൾ കൂടുതൽ മോൻ്റെ അടുത്താണ് മോള് നിന്നിട്ടുള്ളത്. അവർ 10 വയസ്സ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഒരു അച്ഛന്മാരുടെ ബന്ധാ. അച്ഛൻ, ഞങ്ങൾ പറഞ്ഞേക്കാൾ കൂടുതൽ അവൻ പറയുന്നതാണ് അവൾ കേൾക്കുക. അവൾ കൂടുതൽ അവനോടാണ് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവര് അമ്മ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ, അമ്മ പൊയ്ക്കോ ഞാൻ മോളെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അവൻ പറയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണല്ലോ, ചേട്ടന് വർക്കിന് പോവും. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവരോടൊക്കെ ഉള്ള ഒരു നന്ദി ഉള്ളിലുണ്ടാവും. Yeah. ഡെഫിനറ്റ്ലി ഈ ഓരോരോ ആളുകളുടെ അടുത്ത് ഇവരോട് ആരോടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങളുള്ളത് കൊണ്ട് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ് എൻ്റെ ദൈവാനുഗ്രഹമാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലിനെ കിട്ടിയത്. എൻ്റെ അച്ഛനമ്മയുടെ മകളായിട്ട് ജനിക്കാൻ പറ്റിയത്, എനിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് കിട്ടിയത്, എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മക്കളെ എൻ്റെ ചേട്ടൻ തന്നത്, എല്ലാം എനിക്ക് ഞാൻ ആരോടൊക്കെയാണ് ഞാൻ കടപ്പാട് പറയേണ്ടത്? ഭഗവാനോട് കടപ്പാട് ഫ്രണ്ടിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാം ദൈവാധീനം തന്നെയാണ്. അത് ഒരു 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 ശക്തി ഈ ഈശ്വരന്മാരെ പറ്റി പലരും പല കോൺട്രവേഴ്സീസ് ഒക്കെ ഈ ഉം. ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും ദർ ഈസ് എ പവർ. എന്തൊക്കെ തന്നെയാണെങ്കിലും ആ പവറിനെ നമ്മൾ മതിച്ചേ പറ്റുള്ളൂ, അത് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, അതിനെ വണങ്ങിയേ പറ്റുള്ളൂ. എപ്പോഴാ ഇങ്ങനെ ഒരു ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ പടച്ചവനുണ്ട് അങ്ങനെ തോന്നിയ ദൈവം വന്ന് തൊട്ട നിമിഷങ്ങളുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്ന സീറോയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ലൈഫ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, ഞാനും എൻ്റെ ചേട്ടനും. ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സീറോയിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളിവിടെ വരെ എത്തിച്ചത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്. ആ ഒരു പവർ തന്നെയാണ് അത്. കുറേ നാൾ എനിക്ക് മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ആഹ്, ഒരുപാട് ഇടയ്ക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, ഫിനാൻഷ്യലി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് കുഞ്ചി പൊട്ടിച്ചിട്ട് പൈസ എടുക്കാൻ അത്രയും വരെ ഒരു സമയത്ത് ഐ എത്തിയിട്ടുണ്ട്. മീൻ കുടുക്ക പൊട്ടിച്ചിട്ട്. കുടുക്ക പൊട്ടി കുഞ്ചി ആ, കുടുക്കാന്ന് യെസ്, യെസ്, പറയില്ലേ, യെസ്. അത് പൈസ ഇല്ലാണ്ട് അതുവരെ പൊട്ടിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ
അത് പൊട്ടിച്ച് ഞങ്ങൾ കണക്കൂട്ടി എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച സമയത്ത് എനിക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് എന്നോ കിട്ടാനുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരികയും എനിക്ക് ആ കാര്യത്തിന് അത് ഉപയോഗിക്കേണ്ടി വരികയും ഞങ്ങളങ്ങ് പോയി. പിന്നെ അതാണ് ഏറ്റവും ഇതായിട്ട് വന്നിട്ടുള്ളത്. അവിടുന്ന് പിന്നെ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ദൈവം തന്നിട്ടില്ല. പിന്നെ തമിഴ് വർക്ക് അവിടുന്നാണ് ഞാൻ പിന്നെ തമിഴ് വർക്കിൽ ജോയിൻ ചെയ്യുന്നത്. 17. 2017, 18 ആ സമയത്താണ് ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയൽ ഞാൻ ചെയ്യുന്നത്. ഉം. പിന്നെ എന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കൂടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് വിജയ് ടി വി. ഓഫ് കോഴ്സ് അത് ആ ഒരു നന്ദി എപ്പോഴും ഞാൻ ഉണ്ടാവും. മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് വിജയ് ടി വി തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് കൊറോണ നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പി കിറ്റൊക്കെ ഇട്ട് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഈ അതൊക്കെ ആദ്യ സീരിയലിൽ തന്നെ ഈ ഡബിൾ റോൾ ചെയ്യുക, ഉം. പിന്നെ ജ്വാലയില് അന്ന് 65 വയസ്സുകാരിയായിട്ടുള്ള ത്രേസ്യാമ്മയാകുമ്പോൾ 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. തുടക്കത്തിൽ തന്നെ ഈ വേഴ്സറ്റാലിറ്റി പ്രൂവ് ചെയ്തത് നന്നായി. അതായത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നന്നായി. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് അപ്പൊ ആ സമയത്ത് അങ്ങനെ ചോയ്സിനൊന്നും സാധ്യത ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു ഒരു ഭയങ്കര ഹെവി ആൻഡ് വെയിറ്റ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തത് ഏഹ്, അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. അതെന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്രാക്ക് സ്റ്റുഡിയോ വീടിന്റെ തൊട്ടപ്പുറത്താണ്. ഞങ്ങൾ നെയ്ബേഴ്സ് ആണ്. ആ, ആ. ഇപ്പം ഞാൻ അന്ന് കോഴിക്കോടായിരുന്നു. അപ്പം വീട്രാക്ക് സ്റ്റുഡിയോയിലെ വർക്കിന് വേണ്ടിയിട്ട് അത് ആക്സിഡന്റലി സംഭവിച്ചത്. ഞാൻ ആദ്യം വന്നത് സിനിമയിലാണ്. സിനിമയിൽ നിന്ന് പിന്നെ ഒരു ടെലിഫിലിം ചെയ്തു. കുലം. കുലം എന്ന് പറഞ്ഞ അതൊക്കെ കുലം എന്ന് പറഞ്ഞ ടെലിഫിലിം ചെയ്തു. അത് വന്ന് എഡിറ്റ് ചെയ്തത് വീട്രാക്സിലാണ്. അങ്ങനെ അവരവിടുന്ന് എന്നെ കണ്ടിട്ടാണ് ദീപനാളത്തിന് ചുറ്റും എൻ്റെ ഹസ്ബൻഡാണ് അതിന്റെ കൺട്രോളർ ഉം, ആയിരുന്നത്. ഉം, ഉം, ഉം. അങ്ങനെ ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നതും ആ വർക്കിലാണ്. അപ്പം അങ്ങനെ വിളിച്ചു. ഞാൻ ഇതിന് വന്നു. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നത്. അതാണെങ്കില് നമുക്ക് പണ്ട് ദൂരദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒന്ന് പൈലറ്റ് എടുത്തു കൊടുക്കുക, പിന്നെ ഒരു 4 എപ്പിസോഡ് എടുത്തു കൊടുക്കുക, പിന്നെ അതൊരു ഡ്യൂറേഷൻ കുറെ ആ, കുറെ കഴിഞ്ഞിട്ടേ നമ്മള് സീരിയൽ അപ്രൂവൽസ് ടെലികാസ്റ്റ് അപ്രൂവൽസ് കിട്ടണല്ലോ. ആ. അപ്രൂവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പം അതൊരു ഭയങ്കര ഹെവി ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് മോഹൻദാസ് സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പം എനിക്ക് ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറിന്റെ വർക്കിലാണ് ഫസ്റ്റ് എനിക്ക് സർഗം. ആ. മുഖം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുലം എന്ന് പറയുന്ന സാറിന്റെ അസോസിയേറ്റ് ആയ ഉണ്ണിനാരായണൻ. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ത്തിന്റെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദീപനാളത്തിന് ചുറ്റും ഉം, മോഹൻദാസ് സാർ. അതും ഹരിഹർ സാറിന്റെ അസോസിയേറ്റ്. അപ്പൊ ഒരു ഒരു നല്ലൊരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉം, നല്ലൊരു ബേസ്, നല്ലൊരു സ്കൂള് എന്ന് തന്നെ പറയാം. ഇവരെല്ലാം ഒരേ ഒരു സാറൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. അഭിനയിച്ച് കാണിച്ചു തരുന്നു. ഈവൻ ഹരിഹരൻ സാറും അഭിനയിച്ച് കാണിച്ചു തരുന്നു. അതുപോലെ ഞാനങ്ങ് ചെയ്താൽ മതി. മോഹൻദാസ് സാറും അതുപോലെ തന്നെയായിരുന്നു. എല്ലാം അഭിനയിച്ച് കാണിച്ചു തരും. ഞാൻ അങ്ങ് പെർഫോം ചെയ്യും. അതുപോലെ സാറ് എന്ത് ചെയ്യുന്നു അതങ്ങ് ഞാൻ ചെയ്യാ. ഇങ്ങനെ വടി കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കരുത് സ്കൂട്ടി സ്കൂളിൽ പാവം സാറതില്ല. അപ്പം അതൊക്കെ നല്ലൊരു അതുകൊണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ജ്വാലയൊക്കെ ഒത്തിരി നാളുകൾക്ക് ആ. അതെ, ശേഷം അതെ, അതെ, കേട്ടോ. അതെ, അതെ, അതെ. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജ്വാലയായി അഭിനയിച്ചത്.